ചേട്ടാ, വേടനെതിരെ പരാതി ഉന്നയിച്ച ഡോക്ടർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഉം. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും വേടൻ ഇത്തരത്തിലുള്ള ഒരു വളരെ മോശം വ്യക്തിത്വമാണോ എന്ന് തോന്നിപ്പോവും. തീർച്ചയായിട്ടും. അതായത് വേടനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള യുവ ഡോക്ടർ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് ആഹ്, ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു, ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു. ആ യുവതിയുടെ എന്താണ് മുഖമൊന്നും കാണിക്കാതെ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി ഈ അഭിമുഖം നൽകിയിട്ടുള്ളത്. നമുക്ക് അഭിമുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. കൃത്യമായിട്ടും എന്താണ് വളരെ ഗുരുതരമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഒരു പെൺകുട്ടിയെ അവരുടെ ഫ്ലാറ്റിൽ പോയി, അതായത് നമ്മൾ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് നമ്മളൊന്ന് കാണണം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറയുന്നു. വീട്ടിലെത്തി ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പോകാൻ നോക്കുന്ന സമയത്ത് ഒരു ചുംബനം വേണം എന്ന് പറഞ്ഞ് അത് തരാം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു ചുംബനം നൽകിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെ സമ്മതിച്ചതിന് ശേഷം ബലമായി പിടിച്ച് റേപ്പ് ചെയ്തു എന്നതാണ് പരാതി. ആ പരാതിക്ക് ശേഷമാണ് ഒത്തുതീർപ്പ് എന്ന മട്ടിൽ ഈ പറയുന്ന കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും അതുവഴി കുറച്ചുനാൾ ഇവർ ബന്ധം തുടരുകയും ചെയ്തത്. അതിനുശേഷം വേടൻ നൈസായിട്ട് ഒഴിവായി. ഈ കല്യാണം കഴിക്കുക എന്നത് ആദ്യത്തെ റേപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു എന്നാണ് ഈ പരാതിയിൽ, വളരെ ഗുരുതരമായ പരാതിയിൽ പറയുന്നത്. അല്ല, ആദ്യത്തേത് റേപ്പ് ആയിരുന്നു, പിന്നീട് നടന്നത് ഉദയകക്ഷി അതെ, സമ്മതപ്രകാരമുള്ള ലൈംഗിക തീർച്ചയായിട്ടും. ബന്ധമായിരുന്നു. അപ്പോൾ പിന്നീട് നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായതുകൊണ്ട് തന്നെ ആ വകുപ്പുകളും തന്നെ ഇതിൽ നിലനിൽക്കില്ല. പക്ഷേ ആദ്യത്തെ റേപ്പ് കേസാണ് ഇതിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഇതൊന്നുമല്ല. ആ റേപ്പ് കേസ് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ വേടനെതിരെ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നിപ്പോവുകയാണ്. മറ്റു പല യുവതികളുമായി ഇത്തരം തരത്തിൽ ബന്ധം പുലർത്താറുണ്ട് എന്നും മറ്റു പല യുവതികളുമായിട്ട് ഒന്നും രണ്ടുമല്ല, മറ്റു പല യുവതികളുമായിട്ട് ഇത്തരം തരത്തിലുള്ള ബന്ധം പുലർത്താറുണ്ട് എന്ന് തന്നെ ഈ യുവതിയോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും അവർ പറയുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ വേടന്റെ പ്രൈവസിയാണ്. അതായത് വേടൻ മറ്റു യുവതികളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടോ, ബന്ധം പുലർത്താറില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളൊന്നുമല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ നടത്തുകയോ നടത്താതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുക. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വേടൻ സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതി ആ ഇന്റർവ്യൂവിൽ കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. അത് വളരെ ഗുരുതരമാണ്. ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആണ് എന്ന് വേടൻ ഈ പെൺകുട്ടിയോട് പറയുന്നു. തൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആണ്. തൻ്റെ അമ്മ തൻ്റെ അച്ഛനെ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാളെ ഒരുപാട് തവണ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, തനിക്ക് തൻ്റെ അമ്മയെ ഇഷ്ടമല്ല എന്ന് തുടങ്ങി പല കാര്യങ്ങളും ആരോട് പറഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഈ പെൺകുട്ടി പറയുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഈ ഏതെങ്കിലും ഒരുത്തൻ, അതായത് ഈ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളുമായിട്ട് തനിക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ട്, അത് പറഞ്ഞ് സെറ്റാക്കണം എന്ന തരത്തിൽ ഈ യുവതിയോട് വേടൻ സംസാരിച്ചു, അത് തന്നെ തകർത്ത് കളഞ്ഞു എന്നാണ് യുവതി ഈ കാര്യത്തിൽ പറയുന്നത്. നോക്കൂ, എത്രമാത്രം മോശമായ ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് സൗഹൃദം ഉണ്ടാകുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരാളുടെ സുഹൃത്തിനോട് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് പറയുന്ന ആളുടെ ഒരു രീതി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? രണ്ടാമത്തത്, അമ്മ സ്നേഹം എന്ന് പറയുന്നത്, നമുക്കെല്ലാം നമ്മുടെ പെറ്റമ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലുതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അല്ല, ഒരു മാതൃത്വത്തെ തന്നെ അപമാനിക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളൊക്കെ തന്നെ. ഈ കുട്ടി പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രസ്താവനകളൊക്കെ കൂടി വായിക്കുമ്പോൾ മാതൃത്വത്തെ തന്നെ അപമാനിക്കുന്ന ഒരു രീതിയിലാണ് വേടൻ തുറന്നു പറഞ്ഞത്. തീർച്ചയായും. അതായത് കോഴിക്കോട് ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ ഒരു യുവതി ചിത്രം വരച്ചിട്ട് വേടന്റെ അമ്മയുടെ ചിത്രം വരച്ച് കൊടുത്തിട്ട് വേടൻ അത് കണ്ട് വളരെ വികാരാധിതനാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതേ വേടൻ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ യുവതിയോട് നടത്തുന്നത്, തന്റെ അമ്മ ഒരു കോൾ ഗേൾ ആണെന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഈ പറയുന്ന സ്റ്റേജിന് മുന്നിൽ കാണുന്ന വേടനല്ല, യഥാർത്ഥത്തിലുള്ള വേടൻ എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതായത് ആ കാര്യമല്ല, ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ അത് ശരിയല്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ ഒരു സ്വന്തം മാതൃത്വത്തെ ഈ രീതിയിൽ പറയുന്ന ഒരാളോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, വേടൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ
ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ജെൻഡർ, ഇപ്പം ഗേ സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലെസ്ബിയൻ സെക്സ്, ഗേ സെക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, അതൊരു കൃത്യമായി കോടതികൾ പോലും അംഗീകരിച്ച് കൃത്യമായി മുന്നോട്ട് പോകുന്നതാണ്. ഗേ കപ്പിൾസും ജെൻഡർ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി വേടൻ പറയുന്നത് അത്തരക്കാർക്ക് എന്താണ്, ഭ്രാന്താണ്, അത്തരക്കാർക്ക് പ്രശ്നമാണ്, അത്തരക്കാരെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് അത്തരക്കാരെ കുറിച്ച് വേടൻ സ്ഥിരമായി സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഈ ഉഭയകക്ഷി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ ഗേ കപ്പിളായിട്ടുള്ള, ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ അവഹേളിക്കുന്ന, എതിർക്കുന്ന ഒരു രീതിയിലേക്ക് വേടൻ പോകുന്നു. പാട്ട് ഏതാണെന്നറിയോ? പാട്ട് പാടുന്നത് വേറെ ട്രെൻഡിങ് പാട്ടുകളും പുരോഗമന പാട്ടുകളുമാണ്. എന്നിട്ട് പറയുന്നതോ ഇമാതിരി ബൈസെക്ഷൽ ആളുകളെ പോലും എതിർത്ത് സംസാരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യമാണ് വേടൻ അല്ല, സംസാരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തിൽ അദ്ദേഹം ഫ്രട്ടേണിറ്റിയുടെ ഒപ്പമായിരുന്നു എന്നുള്ളതും ഫ്രട്ടേണിറ്റിയുടെ ആശയങ്ങളോടൊപ്പം ഉൾക്കൊണ്ടുകൊണ്ട് പോരാടിയ ഒരു വ്യക്തിയാണെന്നുള്ളതും അദ്ദേഹം മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആശയം എന്നുള്ളതും അവരുടെ നിലപാടുകൾ എന്നുള്ളതും ഇതേ നിലപാടുകൾ തന്നെയാണ്. ഫ്രട്ടേണിറ്റി നല്ല സംഘടനയാണ്. ഇതേ സംഘടനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നിലപാടുകൾ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുന്ന വെച്ചാൽ ബോഡി ഷേമിങ്. ഈ തടിച്ച സ്ത്രീകൾക്ക് അവരുടെ എന്താണ് പിന്നെ ലൈംഗിക അവയവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്നൊക്കെ കടുത്ത ദുർഗന്ധമാണ് ഉണ്ടാവുക. തനിക്ക് ഈ മെലിഞ്ഞ ആളുകളെയാണ് ഇഷ്ടം, മെലിഞ്ഞ ആളുകൾ മാത്രമാണ് ഈ എന്താണ് ലൈംഗിക ബന്ധത്തിന് കുറച്ചുകൂടെ നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ആളുകളെ കണ്ട് ആളുകളെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി വേടൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെ മിക്ക മനുഷ്യരും അതുപോലെ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മിക്ക മനുഷ്യരും അതുപോലെ തന്നെയാണ്. പ്രവൃത്തി ഒന്ന്, അതോടൊപ്പം തന്നെ പറച്ചിൽ മറ്റൊന്ന്. തീർച്ചയായിട്ടും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ വേടന വളരെയധികം അനുകൂലിക്കുന്ന ആളുകൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്നാണ്. രണ്ടാമത്തത്, ഈ വേടൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഗുരുതരമായ ഒരു കാര്യം കൂടി പറഞ്ഞു എന്ന് ഈ ഡോക്ടർ പറയുന്നുണ്ട്. അതായത് തൻ്റെ പെങ്ങൾക്ക് പുരുഷനോട് സാമ്യമുള്ള മാറിടങ്ങളാണ് ഉള്ളത് എന്ന് വേടൻ ഈ സ്ത്രീയോട് പറഞ്ഞു എന്ന രീതിയിൽ, അത് അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന രീതിയിലേക്ക് ഈ പറയുന്ന യുവതി ആ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത് എത്രമാത്രം മ്ലേച്ഛമാണ് എന്നുള്ളത് നമ്മൾ സ്വന്തം പെങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആലോചിക്കണം. പിന്നെ ഇതൊന്നുമല്ലാതെ ഈ വേടൻ പറയുന്ന കാര്യമുണ്ട്. അതായത് എന്താണ് ഈ സെക്സിനെ പറ്റി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റി, കാലുകളെ പറ്റി, ഏതെങ്കിലും ഒരു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് നിന്റെ കാല് വളരെ ഭംഗിയാണ് അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങൾ ഭംഗിയാണ്, ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ വേടൻ ചോദിക്കുന്നത്, അവരോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്നത് തനിക്ക് സ്കേർട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട്. ഈ വേടന്റെ സൗഹൃദത്തിൽപ്പെട്ട ആളുകളും പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് കാര്യമുള്ളത് നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേക്ക് അവരോട് ഡയറക്റ്റ് ഈ സ്കേർട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിലപ്പുറത്തേക്ക് എന്താണ് ഒരാളെ പറ്റി പറയാനുള്ളത്? പിന്നെ ഇത്തരം ആരോപണങ്ങൾ ഏറ്റവും ഗൗരവകരമാവുന്നത് എപ്പോഴാണെന്നറിയാവോ? ഈ പറയുന്ന ലേഡി ഡോക്ടർ പറഞ്ഞ ഇതേ കാരണങ്ങളാണ് മുൻപ് വേടനെതിരെ വന്ന ആരോപണങ്ങൾ പറഞ്ഞ 2 or 3 സ്ത്രീകൾ, വേടനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ പറഞ്ഞിട്ടുള്ളത് സെയിം കാര്യങ്ങളാണ്. വേടൻ അമ്മയ്ക്കെതിരെ സംസാരിച്ചു, വേടൻ ഈ തരത്തിൽ സംസാരിക്കുന്നു. സമാനമായിട്ടുള്ള രീതിയിലുള്ള പരാതികളാണ് മുൻപത്തെ യുവതികൾ. അതെ, സമാനമായിട്ടുള്ള പരാതികളാണ് മുൻപത്തെ യുവതികളും പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് യുവതികൾ പരാതി നൽകാൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ കൂടുതൽ സ്ത്രീകൾ ഉണ്ട് എന്ന് പറയുന്നു, കൂടുതൽ യുവതികൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ കൂടുതൽ യുവതികൾ രംഗത്ത് വരും വേടനെതിരെ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ വേടനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? 18-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. വേടനെ ഇവർക്ക് തപ്പിയിട്ട് കിട്ടുന്നില്ല. ഒന്നാമത്തത്, പല ആളുകളും പറയുന്നുണ്ട് വേടന്റെ കേസ് എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. വേടൻ വിവാഹ വാഗ്ദാനം നൽകുന്നതിന് മുമ്പാണ് പീഡിപ്പിച്ചത്. അതിനുശേഷം ആ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകി അതിനുശേഷം ഇവരെ കൺവിൻസ് ചെയ്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ ഈ ബന്ധം ഒഴിവാക്കുകയാണ് ചെയ്തത്.
ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഇവർ സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ട്, ശ്രമിക്കണം, സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്യാട്രി ഏതോ രണ്ട് വിഭാഗത്തിൽ ഒരാളെ പോയി കണ്ടതിന്റെ തെളിവുകളടക്കം അവർ പറയുന്നുണ്ട് ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം. അതാണ് ഈ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇത്രയും മോശം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്, എന്നിട്ട് വേദിയിൽ ഇറങ്ങി എന്റെ കൊച്ചുമക്കളെ എന്നെ ആരും കണ്ട് പിന്നെ എന്താണ് അനുകരിക്കല്ലേ, എന്നെ പിന്നെ ക്ഷമിക്കണേ, എന്നോട് പിന്നെ ഇങ്ങനെ കാര്യം പറയല്ലേ, ഇതൊന്നും ഉപയോഗിക്കരുത്, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, ലഹരി പാപമാണ് എന്നൊക്കെ പറഞ്ഞ വേടൻ 3 നേരവും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നാണ് ഈ യുവതി പറയുന്നത്. അല്ല, അത് മാത്രമല്ല, ഇദ്ദേഹം മദ്യം മേടിച്ചുകൊണ്ടിരുന്നത് ഈ സ്ത്രീ നൽകിയ, ഈ യുവതി നൽകിയ പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം മദ്യം വരെ മേടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഒരു പാട്ടിലൂടെ തന്നെ ഞാൻ പറയാനല്ല പുലിയനല്ല, പക്ഷെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു പെണ്ണുപിടിയനാണ്. അതാണ് യാഥാർത്ഥ്യം. അല്ല അങ്ങനെ പാട്ട് നമ്മൾ എന്ന് വെച്ചാൽ കോടതിയുടെ മുന്നിൽ ഇത് തെളിയിക്കുന്നത് വരെ ഒരാളെ കുറ്റവാളിയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ഈ ഈ സ്ത്രീ പറയുന്ന കാര്യം അനുസരിച്ച് അത് വളരെ ഗുരുതരമാണ്. മുമ്പ് വന്ന പരാതികളും ഗുരുതരമാണ്. ഈ വേടനെ എടുത്ത് തലയിൽ വെക്കുന്ന സർക്കാരും വേടനെ 18-ാം തീയതി വരെ കാക്കുന്ന, അതായത് ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് ജാമ്യം കിട്ടട്ടെ, മുൻകൂർ ജാമ്യം കിട്ടട്ടെ എന്ന നിലയിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോ വേടന് മാത്രം പ്രത്യേക നീതി, ഈ സിന്തറ്റിക് ഡ്രഗ് കൊടുത്തു, ലഹരി ഉപയോഗിച്ചു, ലഹരി ഈ സുഹൃത്തായിട്ടുള്ള മിസാജ് വഴി ഈ കുട്ടിക്ക് കൊടുത്തു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയാനുള്ളത്.